ഹായ് ഗുഡ് മോർണിംഗ് സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു കിഡിലൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ കൺമണി തന്റെ അടുത്ത് കിടന്നതിന് കാരണം കൺമണി തന്നെയാണ്, ഞാനല്ല, കൺമണി തന്നെ കയറി കിടന്നാണെന്ന് സ്ഥാപിക്കുകയാണ് കേട്ടോ കൃഷ്. എന്നാൽ കൺമണിയാണെങ്കിലും വിട്ടുകൊടുക്കുന്നില്ല. അവസാനം കൺമണി പറയുന്നുണ്ട്, ദേ എന്റെ ക്യാരക്ടറിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, MD ആണെന്നൊന്നും ഞാൻ നോക്കില്ല, എനിക്കറിയാം ഇത് കള്ള ഉറക്കമായിരുന്നെന്ന്, ചെയ്തതെല്ലാം അറിഞ്ഞുകൊണ്ടാ, എന്നിട്ട് ഒരു അഭിനയവും ഇനിയും ആവർത്തിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് മുഖവും വീർപ്പിച്ച് കൺമണി അവിടെ നിന്നും പോകുന്നുണ്ട്. കൃഷിനെയാണെങ്കിലും മാനസ അപ്പോഴും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. കൺമണി പോയതും കൃഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, ആരാ? മാനസയ്ക്കാണെങ്കിലും എന്തോ പന്തികേട് തോന്നുകയാണ് കൃഷി ഇങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത് കേട്ടിട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് മാനസ. അത് കേട്ട ഉടനെ കൃഷി ചോദിക്കാണ്, നിനക്കിനി എന്താ വേണ്ടേ? നീ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? മാനസയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ കൃഷ്, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ കുന്തം മറുപടി കൊടുത്തിട്ട് കൃഷ് ആ കോള് വേഗം അങ്ങോട്ട് കട്ട് ചെയ്യാണ്. കൺമണി പിന്നീട് കിച്ചണിലോട്ട് വന്നിട്ട് ആ കാര്യത്തെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കൃഷി തന്നെ കുറ്റക്കാരിയാകാൻ നോക്കിയതില് കൺമണിക്ക് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലിങ്ങനെ പറയാണ്, എന്നാൽ ഇതെന്തൊരു മനുഷ്യനാ, എന്നെ കയറി പിടിച്ചിട്ട് എന്നോട് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് കൃഷ് സുജാതയെ അന്വേഷിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. കൺമണി അത് കാണുന്നുണ്ട്. അമ്മയെന്നും ആന്റിയമ്മയെന്നും വിളിച്ച് കൃഷി ഇങ്ങനെ പരത് നടക്കുന്ന കാണുന്ന കൺമണി തുടർന്ന് കൃഷിനോടായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, അവരിവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന്. കൃഷാണെങ്കിൽ ചായയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, ദേ ഈ ചായ തണുത്തുപോയി. എന്നാൽ കൺമണി അത് വാങ്ങി വേഗം ചൂടാക്കി കൊടുക്കുന്നൊന്നുമില്ല. കൺമണി പറയുന്നുണ്ട്, തണുത്തെങ്കിലേ തന്നെത്താൻ അങ്ങ് ചൂടാക്കി കുടിച്ചാൽ മതി. കൃഷും നല്ല വാശിയിൽ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നുണ്ട്, ഞാനേ തന്നെത്താൻ ചൂടാക്കി കുടിച്ചോളാം, എനിക്ക് ആരുടെയും സഹായം ഒന്നും വേണ്ട. സഹായം ചെയ്യലൊക്കെ ഞാനും നിർത്തിയെന്ന് പറയുന്നുണ്ട് കൺമണിയും. അത് കേൾക്കുന്ന കൃഷും പറയുന്നുണ്ട്, വേണ്ട, എനിക്കറിയാം അടുപ്പ് കത്തിക്കാനും ആഹാരം ഉണ്ടാക്കാനും ഒക്കെ. അപ്പൊ കൺമണി പറയും, അങ്ങനെ വഴിക്ക് വാ, തനിയെ ആഹാരം ഉണ്ടാക്കി കഴിച്ചാൽ മതി. ആയിക്കോളാമെന്ന് വാശിക്ക് പറഞ്ഞ് കൃഷ് ആ ചായ ചൂടാക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കൺമണി ഇതേ സമയം കൃഷിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പെറുപെറുക്കാണ്, ഇനിയും ഇയാൾ കുറെ പഠിക്കാനുണ്ടെന്ന്. എന്നാൽ കൃഷ് അത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ ആരും പഠിപ്പിക്കാനും വരണ്ടെന്ന് കൃഷ് അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്. എന്തായാലും കൺമണി അങ്ങനെ കലിപ്പിൽ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതാ കൃഷിന്റെ ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നു. കൺമണി ആകെ പേടിച്ചു പോകുന്നുണ്ട്. വേഗം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ കൈ പൊള്ളിക്കൊണ്ട് അവിടെ നിൽക്കുവാണ്. എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് കൺമണി കൃഷിനോട് കൈ കാണിക്കാൻ ആവശ്യപ്പെടുമ്പോ വേണ്ടെന്നും എനിക്ക് വേദനിക്കുന്നുവെന്നും പറയുന്നുണ്ട് കേട്ടോ കൃഷ്. എന്നാൽ കൺമണി കൃഷിന്റെ കൈയെ ബലമായിട്ട് പിടിച്ചു നോക്കുകയാണ്. അത് കാണുന്നതും വിരലിനൊരു ചെറിയ പൊള്ളലാണെന്നും സാരമില്ലെന്നും പറയുന്നുണ്ട്. പിന്നീട് ആ വിരല് കൺമണി ഇങ്ങനെ ചപ്പുന്നുണ്ട് കേട്ടോ. കൃഷിന് അത് കാണുന്നതും എന്തോ പോലെ ആവുന്നുണ്ട്. എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പൊ കൺമണി പറയും, ചെറിയൊരു പൊള്ളലിന് ഈ മരുന്ന് നല്ലതാ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറ്. എന്നാൽ ഈ സഹായങ്ങളൊക്കെ കിട്ടിയിട്ടും കൃഷി പിന്നെയും കൺമണിക്ക് നേരെ ചൂടാവുകയാണ്. നിന്നെ കണി കണ്ടതേ ഇന്നത്തെ ദിവസം കുളമായി എന്നൊക്കെ പറയാണ്. ശേഷം ആ പൊള്ളലിന്റെ നീറ്റലില് പിന്നെയും വേദന എടുത്ത് കരയുമ്പോ കൺമണി പുച്ഛത്തോടെ പറയുന്നുണ്ട്, ചെറിയൊരു പൊള്ളലല്ലേ ഉള്ളൂ, നിലവിളി കേട്ടാത്തൊന്നും ബോംബ് വേണമെന്ന്. ഉടനെ കൃഷി ചോദിക്കുന്നുണ്ട്, എന്തോന്ന്? അപ്പൊ കൺമണി പറയും, അല്ല, വല്ല ഓയിൽമെന്റോ മരുന്നോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് പുരട്ടിത്തരാം. എന്നാൽ നിന്റെ ഒരു സഹായം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കൺമണിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് കൃഷി അവിടെ നിന്നും പോകുന്നത്. കൺമണിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട് കൃഷിന്റെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കാണുമ്പോൾ. എന്തായാലും ഈ ചായ ചൂടാക്കി കൊടുത്തേക്കാമെന്നും തീരുമാനിക്കുന്നുണ്ട്. ഏതായാലും കൃഷി പിന്നീട് റൂമിലെത്തി കൈ പൊള്ളിയതിന്റെ ആ നീറ്റലില് ആ വേദനയിൽ എങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. വീണ്ടും വിളിക്കുന്നത് മാനസയാണെന്ന് അറിയുമ്പോ കൃഷ്ണൻ ഒന്നുകൂടെ ദേഷ്യമാവുന്നുണ്ട്. എന്നിട്ട് കോൾ എടുത്തിട്ട് പറയാണ് വേഗം, ഞാൻ പറഞ്ഞില്ലേ എന്നെ ശല്യപ്പെടുത്തരുതെന്ന്. ഉടനെ മാനസ ചോദിക്കുന്നുണ്ട്, കൃഷ് നിനക്ക് എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നേ? ഓഫീസ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ? എന്നാൽ കൃഷ് പറയും, എന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നീയാ. ദേ കൈ പൊള്ളി പണ്ടാരടങ്ങിയിരിക്കുക, വേഗം കോള് കട്ട് ചെയ്തു. കൈ പൊള്ളി എന്ന് കേൾക്കുന്നത് മാനസ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്ന്. എന്നാൽ കൃഷ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാനൊന്നും തയ്യാറാവുന്നില്ല. കൈയല്ല, കാലാണ് പൊള്ളിയത്. നിനക്ക് ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിലേ നീ വേഗം കോള് കട്ട് ചെയ്തു. അപ്പൊ മാനസ് പറയും, എനിക്ക് ശരിക്കും കൺമണിയോടാണ് സംസാരിക്കാനുള്ളത്. കൺമണിയോട് സംസാരിക്കണമെങ്കിൽ കൺമണിയെ വിളിക്കണം. ദേ ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാണ് അവളുടെ ഒരു കൺമണി. കൃഷിന്റെയും മാനസികാവസ്ഥ കാണുമ്പോ മാനസയ്ക്ക് ഡൗട്ട് ആവുകയാണ്. എന്തു പറ്റി, ഞാൻ അങ്ങോട്ട് വരണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കൃഷിനെ കാണാൻ കൊതിയാവുകയാണെന്നും കൂടെ കേൾക്കുമ്പോഴത്തേക്കും അടിപൊളി, അപ്പൊ ശരി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ആ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കൃഷ്. മാനസക്കാണെങ്കിലും ആകെ വല്ലാതാവുന്നുണ്ട്. എന്നാലും ഈ കൃഷിന് ഇത് എന്തു പറ്റി എന്നും ചിന്തിക്കുന്നുണ്ട്. കൃഷാണെങ്കിൽ പിന്നെയും ആ പൊള്ളലിന്റെ നീറ്റെല്ലാം വിരലൊക്കെ ഊതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണി ചായയുമായിട്ട് എത്തുന്നുണ്ട്. ദേ ചായ ചൂടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ നിൽക്കുമ്പോ, ചൂടായാലും തണുപ്പായാലും ഇനി നിന്റെ കൈ കൊണ്ട് എനിക്ക് ഒന്നും വേണ്ട,
എന്ന് പറഞ്ഞ് കൺമണിക്ക് നേരെ വീണ്ടും ചൂടാവുകയാണ് കൃഷ്. അപ്പൊ കൺമണി പറയുന്നുണ്ട്, ഇങ്ങോട്ട് ചൂടാവുന്ന കണ്ടാൽ തോന്നും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനാണെന്ന്. എന്നാൽ അത് കേട്ട് കൃഷ് തിരിച്ചു പറയുന്നുണ്ട്, അല്ല, എല്ലാ കുഴപ്പത്തിനും ഞാനാണ് കാരണം. ഇന്നലെ നിന്നെ ഓഫീസിൽ വന്ന് വിളിച്ചതും നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ഞാനാണല്ലോ, അപ്പൊ ഞാൻ തന്നെ കാരണക്കാരൻ. എന്നാൽ കൺമണി പറയും, അല്ല, എന്റെ കുഴപ്പ. കൺമണി, നീ വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാകും, അമ്മയ്ക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ നീ വരണം, നീ വന്നില്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറേ ഉദിക്കൂ, ഭൂമിയുടെ കറക്കം നിന്നു പോവും. അങ്ങനെയൊക്കെ കേട്ട് മനസ്സലിഞ്ഞു വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഇങ്ങനെയാ, ആരുടെയെങ്കിലും കണ്ണീര് കണ്ടാൽ മനസ്സലിയും. എന്നാൽ കൃഷി വീണ്ടും തർക്കിക്കാൻ തന്നെ പോകുന്നു. അവസാനം കൺമണി പറയുന്നുണ്ട്, മതി, ഇങ്ങോട്ടും പറഞ്ഞു ഞാൻ അങ്ങോട്ടും പറഞ്ഞു, കട്ടിൽ എന്നെ പിടിച്ചിട്ടത് എന്തോ സ്വപ്നം കണ്ടിട്ടോ അറിയാതെയോ ആണെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടേ ഈ ചായ കുടിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കൺമണി. എന്നാൽ കൃഷി അപ്പോഴും വാശിയിൽ തന്നെയാണ്. കൺമണി, ഈ കൃഷി പറഞ്ഞതാ, നിന്റെ കൈകൊണ്ട് ഞാൻ ഒന്നും വാങ്ങി കഴിക്കില്ല ഇനി. അപ്പൊ കൺമണി ചോദിക്കും, അപ്പൊ ചായ വേണ്ടേ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. അത് കേട്ട് കൺമണി പറയും, ശരി, എന്തായാലും ഒരു ഗ്ലാസ് ചായ വേസ്റ്റ് ആക്കാൻ പറ്റില്ല, തേയിലപ്പൊടിയും പാലും പഞ്ചസാരയും ഒന്നും വെറുതെ കിട്ടില്ലല്ലോ, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞ് കൺമണി അത് കുടിക്കുകയാണ് കേട്ടോ. കുടിക്കുന്ന സമയത്ത് കൃഷിനെ നോക്കി ഒരു കള്ള ചിരിയും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട്, ആഹാ, എന്ത് നല്ല ചായ, എന്താ രുചി, ഈ വെളുപ്പാങ്കാലത്ത് ഒരു ചായ ഊതി ഊതി കുടിക്കുന്നതിന്റെ ഒരു സുഖമേ എന്നൊക്കെ കൃഷിനെ കൊതിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ, എടീ നിന്നെ ഞാനെന്ന് പറഞ്ഞ് കൃഷി കൺമണി അടിക്കാൻ തുടങ്ങുന്നതും കയ്യിന് വീണ്ടും വേദന വരികയാണ്. അതുകൊണ്ട് തന്നെ അടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ കൺമണി പറയും, ഇതാണ് ചോദിച്ചു വാങ്ങുക എന്ന് പറയുന്നത്, വല്ല മരുന്നുണ്ടെങ്കിലേ എടുത്ത് പുരട്ട്, മരുന്നൊന്നും ഇവിടെ കാണുന്നില്ലെന്ന് കൃഷി പറഞ്ഞത് കേട്ട്, അങ്ങനെയാണെങ്കിൽ വല്ല പേസ്റ്റും എടുത്ത് പുരട്ട്, കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണി. എന്നാൽ നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ മരുന്നൊന്നും വേണ്ടെന്ന് പറയാണ് കൃഷി. വേണ്ടെങ്കിൽ വേണ്ട, എന്റെ കൈയല്ലല്ലോ പൊള്ളിയത്, ഇങ്ങനെ പ്രഷറും ടെൻഷനും കൂട്ടിയിട്ടേ പലതും വരുത്തി വെക്കാൻ നോക്കണ്ട. അങ്ങനെ ഒരു ഉപദേശം കൂടെ കൊടുത്തിട്ട് കൺമണി അവിടുന്ന് വേഗം പോവാണ്. കൃഷാണെങ്കിൽ ആകെ ഹാലിളകി നിൽക്കുകയാണ്. അതിന്റെ കൂടെ ഈ പൊള്ളലിന്റെ വേദന കൂടെ ആയപ്പോഴേക്കും കൃഷിന് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ കൃഷി ഒന്ന് ആലോചിക്കുന്നുണ്ട്, അന്ന് കൺമണി പറഞ്ഞ ആ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടല്ലോ, അതൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്തായാലും അത് ചെയ്യുന്നുണ്ട് കൃഷി. കൺമണിയാണെങ്കിലും കൃഷി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. കൺമണിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അത് കാണുമ്പോൾ. പിന്നീട് കാണിക്കുന്നത് അമ്മായിമാരിങ്ങനെ ഗോകുലിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കാണുമ്പോൾ ഗോകുൽ അവരോട് ഉറക്കം വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഹലോ അമ്മായിമാരെ, എന്താ ഒരു മൈൻഡ് പോലും ചെയ്യാതെ പോകുന്നത്? എന്നാൽ അവര് മൂന്ന് പേരും മുഖവും വെളുപ്പിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതും കൂടെ കാണുമ്പോഴത്തേക്കും ഗോകുൽ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. അപ്പൊ സുലോചന പറയും, ഇനി നീയായിട്ട് ഒരു കൂട്ടുമില്ല. കാരണം ഗോകുൽ തിരക്കുമ്പോ, കൺമണി എവിടെ പോയെന്നാ നീ പറഞ്ഞത്? ഓഫീസ് ടൂറിലല്ലേ? കൺമണി യഥാർത്ഥത്തിലെ കൃഷ് സാറിന്റെ വീട്ടിലല്ലേ? നീ സത്യം പറയടാ എന്നിങ്ങനെ അമ്മായിമാര് ചോദിക്കുന്നത് കേട്ട്, ഓ അതിനാണോ അപ്പച്ചിമാര് ഇങ്ങനെ ദേഷ്യം കാണിച്ചത്? അപ്പോ ഭാമയും ശാന്തയും കൂടെ പറയും, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചു, പക്ഷെ ഇപ്പൊ മനസ്സിലായി. ഗോകുലാണെങ്കിൽ അത് കേട്ട് പറയുന്നുണ്ട്, സത്യം തന്നെയാ, ഞാൻ പറഞ്ഞത് കള്ളമാണ്, പക്ഷെ ഞാൻ കള്ളം പറഞ്ഞതേ അമ്മയെ പേടിച്ചിട്ടാ. അപ്പച്ചിമാർക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ. കൃഷ് സാറിന്റെ വീട്ടിലേക്ക് അമ്മ പോയെന്നറിഞ്ഞാൽ ഇവിടെ യുദ്ധം നടക്കും, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. കേൾക്കുന്ന ഭാമ പറയുന്നുണ്ട്, ആരെ നോക്കാനാണെങ്കിലും ശരി, കാര്യം ഞങ്ങളുടെ MD ഒക്കെയാ, പക്ഷെ കൃഷ് സാർ ആളത്ര വെടിപ്പല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ പുറകെ നടന്ന ആളാ, ഒരുപാട് കഥകളുമുണ്ട്, പിന്നെ നിന്നോടാവൊന്നും പറയാൻ കൊള്ളില്ല. ഇതെല്ലാം കേൾക്കുന്ന ഗോകുലിനാകെ വിഷമമാകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ ആള് പാവമല്ലേ? എന്നാൽ സുലോചന അത് കേട്ട് പറയും, അണ്ണാ മൂത്താലും മരംകയറ്റം മറക്കില്ല എന്നല്ലേ പറയുന്നേ, ഞങ്ങൾക്കെന്തോ ഇതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗോകുലിന്. ഇതേ സമയം ശ്രീനിയും അങ്ങോട്ട് വരുന്നു. എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോ, ഞങ്ങളെ കൺമണിയുടെ കാര്യം പറയുമായിരുന്നു, കൺമണി കൃഷ് സാറിന്റെ വീട്ടിലാണെന്ന് അറിഞ്ഞു. ശ്രീനേട്ടാ, അവളെ അവിടെ നിർത്തണ്ട, അയാൾ ആള് കുഴപ്പക്കാരന്, നമ്മള് പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഇതിനിടയ്ക്ക് ഗോകുല അമ്മായിമാരോട് പറയുന്നുണ്ട്, ദേ വെറുതെ അച്ചാച്ചനെ ടെൻഷൻ അടിപ്പിക്കല്ലേ, അപ്പയുടെ കാര്യം നോക്കാനേ അപ്പയ്ക്കറിയാം. എന്നാൽ സുലോചന വീണ്ടും പറയും, അത് നേരാ, പക്ഷെ എന്നാലും അവളോടൊന്ന് സൂക്ഷിക്കാൻ പറയണം. പിന്നെ ഒരു കാര്യം കൂടെ, ആ വരുണില്ലേ കൺമണിയെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ, അവനൊരു പ്രത്യേക ടൈപ്പാ, ഒരു സൈക്കോ. 1-2 ദിവസം അവൻ ഓഫീസിലേക്കൊക്കെ വന്നു, അവന്റെ സംസാരം കേട്ടാൽ തന്നെ പേടിയാവും. ഇതറിയുന്ന ശ്രീനി അവൻ ഇവിടെയും വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അമ്മായിമാരോട്. കല്യാണം പെട്ടെന്ന് നടത്തണമെന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പൊ സുലോചന പറയും, ആ കല്യാണം നടത്താതെ പിന്നെ രക്ഷയില്ല, എന്നാലും ഒരു ശ്രദ്ധ വേണം. ഏതായാലും ശ്രീനി പറയുന്നുണ്ട്, എല്ലാം കൂടെ കേട്ടപ്പോ എനിക്ക് ആകെ പേടിയാവുന്നു. ശ്രീനിയേട്ടൻ പേടിക്കണ്ട, ഞങ്ങളൊരു മുൻകരുതൽ പോലെ പറഞ്ഞതേ ഉള്ളൂ. തുടർന്ന് ഗോകുലിനോടായിട്ട്, ഗോകുലെ നീ കുട്ടിയാ, ഇനി എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ശരി കള്ളം പറയരുത് കേട്ടല്ലോ. അങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാമ ഗോകുലിന്. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് ഗോകുലും. ശ്രീനിവാസനാണെങ്കിലും വല്ലാത്ത ടെൻഷനാണ് കൺമണിയെ കുറിച്ച്. ഇനി കല്യാണം കഴിഞ്ഞാലും എന്റെ കൺമണി മോൾക്ക് കണ്ണീര് കുടിക്കാനായിരിക്കുമോ വിധി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അയാൾ. അതേ
അതേസമയം ഗോകുലാണെങ്കിലും കൃഷിനെ കുറിച്ച് അമ്മായിമാര് പറഞ്ഞതൊക്കെ കേട്ടിട്ട് ആകെ ടെൻഷനോടെ നിൽക്കുന്നു. എന്നിട്ട് കൺമണി വിളിക്കുന്നുണ്ട്. പിന്നീട് കൺമണി കോൾ എടുക്കുന്നുണ്ട്. ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താ അപ്പേ പുതിയ സ്ഥലത്തേക്കൊക്കെ പോയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലേ? അതെന്താടാ നീ അങ്ങനെ പറയുന്നതെന്ന് കൺമണി ചോദിക്കുമ്പോ, അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? അല്ല, അപ്പച്ചിമാര് പറഞ്ഞു കൃഷ് സാറ് അത്ര നല്ല ആളൊന്നും അല്ലെന്ന്. അവിടെ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അപ്പൊ കൺമണി പറഞ്ഞു കൊടുക്കും, കൃഷ് സാർ ഇവിടെ ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം അമ്പലത്തിൽ പോയിരിക്കുക. അതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഗോകുലിന് പേടിയാവുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, അപ്പേ എനിക്ക് കൃഷ് സാറിനെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ സാറിന് എന്തോ പ്രത്യേകതകളൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അബദ്ധത്തിലാണെങ്കിലും കൃഷ് സാറ് അപ്പച്ചിയുടെ കാര്യത്തിൽ താലി കെട്ടിയല്ലോ. അപ്പോ അതിന്റെ അധികാരം കാണിക്കാനെങ്ങനെ വരുമോ? ഇല്ലല്ലോ അല്ലേ? എന്നാൽ കൺമണിയും ഗോകുലിന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട്. ഉടനെ ഗോകുൽ ചോദിക്കുന്നുണ്ട്, അതെന്താ അപ്പയുടെ സംസാരത്തിൽ ഒരു സോഫ്റ്റ്നെസ്? കൺമണി പറയും, എടാ ചെറുക്ക, ഞാൻ ഒരൊറ്റ അടി വെച്ച് തരും ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഗോകുലിനോട് ഫോൺ വെക്കാനും പറയുന്നുണ്ട്. ഗോകുലിനാണെങ്കിൽ ആശങ്ക വിട്ടൊഴിയുന്നില്ല. കൺമണിയോട് വീണ്ടും പറയുന്നുണ്ട്, എന്നാലും അപ്പേ അവിടെ സാറും അപ്പയും മാത്രമേ ഉള്ളോ? എന്നോടൊന്ന് പറ. കൺമണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ നേഴ്സൊക്കെ ഉണ്ട്, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണം. എന്തായാലും നേഴ്സും ഡോക്ടറൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും ഗോകുലിന് ചെറിയ ആശ്വാസം തോന്നുകയാണ്. ആ നേഴ്സൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ, ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ശേഷം കൺമണിയോട്, എനിക്ക് ഒരു കാര്യം കൂടെ ഒന്ന് അറിയണം, അപ്പയ്ക്ക് കൃഷ് സാറിനോട് പ്രേമൊന്നും ഇല്ലല്ലോ അല്ലേ? കൺമണിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നീ ഒന്ന് വെച്ചിട്ട് പോവാൻ പറഞ്ഞ് കൺമണി ആ കോള് കട്ട് ചെയ്യാണ്. അപ്പയ്ക്ക് കൃഷ് സാറിനോട് പ്രേമമുണ്ടോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോ കൺമണി ഗോകുലിനോട് ദേഷ്യപ്പെട്ടെങ്കിലും പിന്നീട് ആ ഒരു കാര്യം ആലോചിക്കുമ്പോ കൺമണിക്ക് ചെറിയൊരു നാണവും ചിരിയും ഒക്കെ തോന്നുന്നുണ്ട്. അതേസമയം മഹി കൃഷിനെ വിളിച്ചിട്ട് മീറ്റിംഗിന്റെ കാര്യമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടെന്നും 11 മണിക്കാണ് മീറ്റിംഗ് വെച്ചിരിക്കുന്നതെന്നും അറിയിക്കുമ്പോ കൃഷി പറയുന്നുണ്ട് കേട്ടോ, ആ മീറ്റിംഗ് എങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യാമോന്ന്. എന്തു പറ്റിയെന്ന് മഹി ചോദിക്കുമ്പോ, എടാ എന്റെ കൈയൊന്ന് പൊള്ളി, പക്ഷെ വലുതായിട്ടൊന്നും പൊള്ളിയില്ല, ഒരു വിരല് മാത്രം ചെറുതായിട്ടൊന്ന് പൊള്ളി. ഓ അത് ശരി, ഈ ചെറിയ പൊള്ളല് വന്നതിനാണോ മീറ്റിംഗ് ഒക്കെ ക്യാൻസൽ ആക്കാൻ പോകുന്നത്? അങ്ങനെ മഹി ചോദിക്കുന്നത് കേട്ട് പൊള്ളല് ചെറുതാണെങ്കിലും ആകെ ഒരു ഇറിറ്റേഷൻ. എന്നാൽ മഹി പറയുന്നുണ്ട്, എടാ പൊന്നു മോനെ, നിന്റെ ഇറിറ്റേഷനൊക്കെ എനിക്ക് മനസ്സിലായി, കൃഷിന് കാര്യം മനസ്സിലാവുന്നില്ല, എന്താടാന്ന് ചോദിക്കുമ്പോ, അല്ല അവിടെ കൺമണി മാത്രമല്ലേ ഉള്ളൂ, അതിനെന്താന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്. എടാ ഒരു പെണ്ണിനെ കണ്ടാവോ? ഉറക്കം തെറ്റിയിരിക്കുന്ന കൃഷ് സാഗറാണോ എന്നോട് ചോദിക്കുന്നേ? കൺമണി വീട്ടിലുണ്ടെങ്കിൽ എന്താണെന്ന്? മഹിയുടെ ഈ വാക്കുകള് കൃഷിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നിർത്താൻ പറയുന്നുണ്ട്. അവളുമായിട്ടുള്ള ഒരു വഴക്ക് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവള് കാരണമാണ് എന്റെ കൈ പൊള്ളിയത്, ഒരു കൺമണി. ഉടനെ മഹി ചോദിക്കുന്നുണ്ട്, നിനക്ക് മൊത്തത്തിൽ എന്ത് പറ്റിയടാ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പെൺപിള്ളേരെ ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലല്ലോ. ഏതായാലും കൺമണി വന്നപ്പോ മുതലാണ് നിനക്ക് മാറ്റങ്ങളൊക്കെ തുടങ്ങിയത്. എന്തായാലും കൺമണിയുടെ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞു പോയില്ലേ? അല്ലെങ്കിൽ നിനക്കായിട്ട് അവളെ നോക്കായിരുന്നു എന്നും കൂടെ മഹി പറയുന്ന ആ ഒരു സമയത്താണ് കൺമണി കൃഷിന്റെ മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. കൺമണിയാണെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്ന ആ ഒരു കാഴ്ച അത് കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കൃഷും. ഇതേ സമയം മഹി പറയുന്നുണ്ട് കൃഷിനോട്, അവളൊരു പ്രത്യേകതയുള്ളവളാണെന്നും കാണാൻ നല്ല ഐശ്വര്യമൊക്കെ ഉണ്ട്, നല്ല സ്വഭാവം, ആകെ ഒരു ശാലീനതയൊക്കെ ഉണ്ട്, പിന്നെ അപാരമായിട്ടുള്ള കഴിവും. എടാ നിനക്ക് കൺമണി ചേരുവടാ. കൃഷാണെങ്കിലും കൺമണിയെ കണ്ടിട്ട് ആകെ വണ്ടടിച്ച് നിൽക്കുകയാണല്ലോ. അതേസമയം മഹി പറയുന്ന ഈ വാക്കുകളും കൂടെ കേൾക്കുമ്പോഴത്തേക്കും കൃഷിന്റെ മനസ്സ് കൺമണിയിലേക്ക് തന്നെ ലയിച്ചു പോവുകയാണ്. കൃഷിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മഹി ചോദിക്കുന്നുണ്ട്, എന്താടാ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് കണ്ടു എന്നാണ് കൃഷി മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായിട്ട്, അല്ലല്ല എല്ലാം കേട്ടു എന്ന് മാറ്റി പറയുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ വിളിക്കാമെന്നും പറഞ്ഞ് കൃഷി ആ കോള് കട്ടിയാണ് മഹിയുടെ. തുടർന്ന് ഗോകുൽ ചെന്നിട്ട് അമ്മായിമാരോടായിട്ട് പറയുന്നുണ്ട്, അമ്മായിമാരെ ഇനി ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല, അപ്പയുടെ കൂടെ അവിടെ ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അപ്പ ഒറ്റയ്ക്കല്ല. അമ്മായിമാർക്കും അത് കേട്ട് സന്തോഷാവുന്നുണ്ട്. തുടർന്ന് ഗോകുൽ പറയുന്നുണ്ട്, എനിക്കിപ്പോ മൊത്തത്തിലുള്ള ഒരു ആശങ്ക വരുൺ ചേട്ടനെ പറ്റിയാണ്. ആ വരുൺ ചേട്ടന്റെ കയ്യിലോട്ട് അപ്പയെ എങ്ങനെ പിടിച്ചേൽപ്പിക്കും? ആ സൈക്കോന്റെ കയ്യിൽ കൺമണിയെ കൊടുക്കുന്നേ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുക്കുന്നതിന് തുല്യാണെന്ന് ശാന്തയും അഭിപ്രായപ്പെടുന്നുണ്ട്. തുടർന്ന് സുലോചന പറയുന്നുണ്ട്, പിന്നെ ആ വരുൺ ഒന്ന് പറഞ്ഞില്ലേ അവന്റെ വീട്ടുകാർക്ക് പോലും അവനെ പേടിയാണെന്ന്. കല്യാണം കഴിപ്പിച്ച അവന്റെ സ്വഭാവം നന്നാവുമെന്ന് വിചാരിച്ചിട്ടാ അവനെ കല്യാണം കഴിപ്പിക്കുന്നത് തന്നെ. അതിനുവേണ്ടിയാ സ്വർണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്ന് അവനെ കെട്ടിക്കുന്നത്. ഈ കാര്യം അപ്പോഴാണ് ഗോകുൽ അറിയുന്നത്. ഗോകുലിന് അത് കേട്ട് ഒന്നും കൂടെ പേടിയാവുന്നുണ്ട്. അയ്യോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പച്ചിമാരെ, കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നതെങ്കിൽ അപ്പയുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ശാന്ത. നമുക്ക് ഈ കല്യാണം നൈസായിട്ട് അങ്ങ് മുടക്കിയാലോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോ അമ്മായിമാരെ ആദ്യം അതിനെതിരെ പറയുന്നുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം അല്ലേ, അത് മുടക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇനി വരുൺ ചിലപ്പോ ഭാവിയിൽ നന്നാവുകയാണെങ്കിലോ, നമുക്കൊന്ന് നോക്കാം. ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, പക്ഷെ കല്യാണം മുടക്കിയെങ്കിലേ ശരിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും നമ്മളത് മുടക്കണം. ആ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് അമ്മായിമാരും. അത് ഞങ്ങൾ ഏറ്റവും തന്നെ അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. വരുൺ ഇനിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലേ നമ്മൾ കല്യാണം പൊളിച്ചടക്കും, അവനെ പിടിച്ച് പപ്പടമാക്കും എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത്
കൺമണി ഉണ്ടാക്കിയ ആ കറികളുടെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് കൃഷിന് വല്ലാത്ത കൊതി തോന്നുകയാണ്. ആ മണം ആസ്വദിച്ചുകൊണ്ടാണ് കേട്ടോ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. പിന്നീട് കിച്ചണിൽ ചെന്ന് നോക്കുമ്പോൾ കൺമണി കുക്കിങ്ങിന്റെ തിരക്കിലാണ്. കൺമണി ആ ചെയ്യുന്നതെല്ലാം ചിരിയോടെ കുറച്ചു നേരം കണ്ടു നിൽക്കുകയാണ് കൃഷ്. പെട്ടെന്നാണ് നേഴ്സും അങ്ങോട്ട് വരുന്നതായിട്ട് കൃഷ് കാണുന്നത്. നേഴ്സ് വരുന്നുണ്ടെന്ന് അറിയുന്നതും കൃഷ് അവിടെ നിന്നും വേഗം മാറിപ്പോകുന്നു. ശേഷം നേഴ്സ് കൺമണിയോട് വന്നിട്ട് പറയുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങോട്ട്. ആഹാ, വെറൈറ്റി പുട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇപ്പൊ തരാം, അങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്ന് കൺമണി പറയുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട. ശേഷം കൺമണിയോട് നേഴ്സ് ചോദിക്കുന്നുണ്ട്, വാസ്തവത്തിൽ കൺമണി ഇവിടുത്തെ ആരാ? മാഡം പറഞ്ഞപ്പോ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുമെന്നാ ഞാൻ കരുതിയത്. അങ്ങനെ നേഴ്സ് പറയുന്ന കേട്ട് ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് പറയുന്നുണ്ട് കൺമണി. സ്റ്റാഫിനൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടോ എന്നിങ്ങനെ നേഴ്സ് വീണ്ടും ചോദിക്കുമ്പോൾ സ്റ്റാഫ് ആണെങ്കിലും വീട്ടിലെ ആളെ പോലെ തന്നെയാണ് എന്നെ സാഗർ സാറും സുജാത മേഡം ഒക്കെ കാണുന്നത്. തുടർന്ന് നേഴ്സ് പറയാണ്, ഒരു കാര്യം പറഞ്ഞ കൺമണിക്ക് ദേഷ്യം തോന്നരുത്. ഇന്നലെ കുട്ടി മുറിയിൽ വന്നപ്പോ കൃപയെ കാണാൻ വന്നപ്പോ പെട്ടെന്ന് ഞാൻ കരുതിയത് ഇവിടുത്തെ കൃഷ് സാറിന്റെ ഭാര്യയാണെന്നാ. അത് കേട്ടപ്പോ വല്ലാതായി പോകുന്നുണ്ട് കേട്ടോ കൺമണി. കൃഷ് ആണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എന്നാൽ താൻ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള കാര്യം കൺമണിയും മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ കൃഷ് വീണ്ടും വെപ്രാളത്തോടെ അവിടെ നിന്ന് മാറി പോകുന്നു. തുടർന്ന് നേഴ്സ് കൺമണി കല്യാണം കഴിച്ചതല്ലെന്ന് അറിയുമ്പോ കെട്ടാൻ പോകുന്ന ആള് ഭാഗ്യവാനാണെന്നും ഇത്രയും രുചിയുള്ള ഭക്ഷണങ്ങൾ ദിവസവും കഴിക്കാമല്ലോ എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ സാധാരണ വെക്കും പോലെ അങ്ങനെ വെക്കുന്നതെന്നുള്ളെന്ന് കൺമണി പറയുന്ന കേട്ട്, ഓ സാധാരണ വെക്കുമ്പോ തന്നെ ഇങ്ങനെ, അപ്പൊ പിന്നെ സ്പെഷ്യലായിട്ട് വെക്കുമ്പോ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൺമണിയെ വാനോളം പ്രശംസിക്കുന്നുണ്ട് നേഴ്സ്. കൺമണിയാണെങ്കിലും ആ ഫുഡ് അവർക്ക് കൊടുത്തു വിടുന്നുണ്ട്. പിന്നീട് കൺമണി താൻ ഉണ്ടാക്കിയ ആ പുട്ട് സ്വയം രുചിച്ചു നോക്കുകയും ചെയ്യുന്നു.